2015 ഫെബ്രുവരി 26 ന്യൂസിലൻഡിലെ ഡുനീഡിൻ. ലോകകപ്പിലെ മറ്റൊരു സാധാരണ മത്സരം എന്നായിരുന്നു പലരും കരുതിയത്. പക്ഷേ അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അതൊരു രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുടെ ദിനമായിരുന്നു. ആ സ്വപ്നത്തിന് തീ കൊളുത്തിയത് ഒരു 6.5 അടി ഉയരമുള്ള ഒരു ഇടംകൈയ്യൻ ഫാസ്റ്റ് ബൗളർ ഷപൂർ സദ്റാൻ. സ്കോട്ട്ലൻഡ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനിറങ്ങി. ആദ്യ ഓവറുകൾ മുതൽ ഷപൂർ സദ്റാൻ്റെ റണ്ണപ്പ് വ്യത്യസ്തമായിരുന്നു. നീണ്ട റണ്ണപ്പ്, ഉയർന്ന ആം ആക്ഷൻ, ഇടം കൈയിൽ നിന്ന് അതിവേഗം പുറപ്പെടുന്ന പന്തുകൾ. ഓരോ പന്തും ബാറ്റ്സ്മാനെ പരീക്ഷിച്ചു. ആദ്യ സ്പെല്ലിൽ തന്നെ അദ്ദേഹം പന്ത് വായുവിൽ സ്വിംഗ് ചെയ്യിപ്പിച്ചു. ബാറ്റ്സ്മാൻമാർക്ക് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്ന ലെങ്ത്. പക്ഷേ അവസാന നിമിഷം പന്ത് അകത്തേക്കോ പുറത്തേക്കോ നീങ്ങി. സ്കോട്ട്ലൻഡിൻ്റെ മധ്യനിര പിടിമുറുക്കാൻ ശ്രമിച്ചപ്പോൾ ഷപൂർ വീണ്ടും ആക്രമണത്തിന് എത്തി. ഒരു പന്ത് ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക്. ബാറ്റ്സ്മാൻ ഡൈവ് ചെയ്യാൻ ശ്രമിച്ചു. അതൊരു ക്യാച്ചായിരുന്നു. അടുത്ത ഓവറിൽ ഷോർട്ട് ഓഫ് ലെങ്ത് ഡെലിവറി. ബാറ്റ്സ്മാൻ പുൾ കളിക്കാൻ ശ്രമിച്ചു. പന്ത് ഉയർന്നു, വീണ്ടും ക്യാച്ച്. മത്സരം മുന്നോട്ട് പോകും തോറും ഷപൂർ തൻ്റെ ലെങ്ത് മാറ്റി. ഒരിക്കൽ യോർക്കർ, ഒരിക്കൽ ബൗൺസർ, ഒരിക്കൽ ഫുൾ ലെങ്ത് സ്വിംഗ്. സ്കോട്ട്ലൻഡ് ബാറ്റർമാർക്ക് ഒരു താളവും കണ്ടെത്താനായില്ല. അവസാനം 10 ഓവറിൽ ഒരു മെയ്ഡൻ വെറും 38 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ. അന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെ ബൗളിംഗ് ആക്രമണത്തിൻ്റെ ഹൃദയമായി അദ്ദേഹം മാറി. എന്നാൽ കഥ അവിടെ അവസാനിച്ചില്ല. 211 റൺസ് പിന്തുടർന്ന അഫ്ഗാനിസ്ഥാൻ ഒരു ഘട്ടത്തിൽ